കടുത്ത പോരാട്ടമാണ് നിലമ്പൂരിലുള്ളത്. സാധാരണഗതിയിൽ UDFന്റെ മണ്ഡലമാണ് അത്. എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് LDFന് അനുകൂലമായിട്ട് അവിടെ വിധിയെഴുത്തുണ്ടാവാറുള്ളത്. 67-ൽ കുഞ്ഞാലി ജയിച്ചത് ആ സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് LDFന്റെ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിരുന്നുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് 80-ൽ ആര്യാടനും ആദ്യം C ഹരിദാസും പിന്നീട് ആര്യാടനോട് ജയിക്കുന്നത് ആന്റണി കോൺഗ്രസ് LDFനോടൊപ്പമായിരുന്നപ്പോഴാണ്. അത് കഴിഞ്ഞ് 82-ൽ TK ഹംസ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും LDF പിന്തുണ കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ LDFനൊപ്പം നിലമ്പൂർ നിന്നത്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നിട്ടുള്ള അൻവർ, ഈ PV അൻവറിന്റെ വരവ് അത് ആ സമയത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ട് കുറെ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അതിന്റെ സ്വാധീനം രണ്ടാമത്തേൽ കുറയുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് ശക്തമായ രൂപത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാര്യമായ വോട്ട് ശതമാനമൊന്നും കൂടുതലുണ്ടാവില്ലെങ്കിൽ പോലും UDF മണ്ഡലമാണ്. പക്ഷെ ഓരോ തവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് LDFന് അനുകൂലമായിട്ട് മാറാറുള്ളത്. ഇത്തവണ LDFനോടൊപ്പം ഉണ്ടായിരുന്ന PV അൻവർ ആദ്യമേ തന്നെ രാജിവെക്കുകയും അദ്ദേഹം UDFന് ഒപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് അത് UDFന്റെ മണ്ഡലമാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിനിടയിലാണ് സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അൻവർ ഉടക്കുന്നത്. ഷൗക്കത്ത് ഒരു തരത്തിലും ജയിക്കില്ല എന്ന് പറയുന്നു. VD സതീശനെതിരെ ഈ PV അൻവർ അതിരൂക്ഷമായ രൂപത്തിൽ ഈ സതീശനാണ് ഈ മുന്നണിയുടെ ചെയർമാൻ ആയിരിക്കുന്നതെങ്കിൽ നിലമ്പൂരിൽ മാത്രമല്ല ഇനി 2026-ൽ കേരളത്തിൽ ഒരിക്കൽ പോലും UDFന് വിജയം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ രൂപത്തിൽ UDFനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ അത് LDFന് അനുകൂലമായ ഒരു ഭാഗമായിട്ട് വരുന്നത് UDF വോട്ടുകൾ ഇളക്കാൻ തുടങ്ങിയാൽ അത് സ്വാഭാവികമായിട്ട് LDFന് അനുകൂലമായിട്ട് മാറുമായിരുന്നു. ഒപ്പമാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. നമുക്കറിയാവുന്ന പോലെ LDFന് നിർത്താൻ പറ്റുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ സ്വരാജ്. അപ്പൊ സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നു. SFI മുതലുള്ള പ്രവർത്തകര്, LDFന്റെ പ്രവർത്തകർ അവർ വളരെ ശക്തമായ രീതിയിൽ ആവേശത്തോടു കൂടിയിട്ട് രംഗത്തിറങ്ങുന്നു. അങ്ങനെ LDF അനുകൂലമായിട്ടൊരു ഘടകമുണ്ടായിരുന്നു. ഇതിനിടയിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം. അവർ UDFന് അനുകൂലമായിട്ട് പ്രഖ്യാപിക്കുന്നു. കാരണം ജമാഅത്തിലെ ഇസ്ലാമി വോട്ട് എന്ന് പറയുന്നത് അവിടെ ഉറച്ച വോട്ടായിരിക്കും. അത് ആർക്കാണോ പ്രഖ്യാപിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് പോകും. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, അൻവർ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്ന VD സതീശൻ വിരോധവും അല്ലെങ്കിൽ ഷൗക്കത്ത് വിരോധവും ഒക്കെ കുറഞ്ഞിട്ട് അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അത് വീണ്ടും പിണറായിസത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അൻവറിന്റെ നിലപാടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോന്നല്ല. നമുക്ക് അറിയുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ പലരും അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും അത് അവരുടെ ഒരു ധാരണയനുസരിച്ചിട്ട് LDFന്റെ പരമാവധി വോട്ടുകൾ അൻവർ ശേഖരിക്കുക, UDF വോട്ടിൽ വിള്ളലുണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തെളിവുകളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമായിട്ടുള്ള വിജയത്തായിട്ട് മാറും. രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യമാണ്. അന്ന് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹം പറഞ്ഞത് RSSകാരുമായിട്ട് ഞങ്ങൾ CPM പണ്ട് തന്നെ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. 77-ലെ കഥ പറഞ്ഞുകൊണ്ടാണ്. 77-ൽ RSSമായിട്ട് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് RSS അവിടെ ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ബന്ധമുള്ള ഭാരതീയ ജനസംഘം പിരിച്ചുവിട്ടാണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളോടൊപ്പം ചേർന്നിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പം പിരിച്ചുവിട്ട് ഒറ്റ പാർട്ടിയായി മാറുന്നത് ഭാരതീയ ജനസംഘമാണ്, RSS അല്ല. ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പറയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ RSSുമായിട്ട് ഞങ്ങൾ നേരത്തെ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ആ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള വ്യക്തി ചോദിക്കുന്നത് അപകടമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അപകടം, സത്യം പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് പറയുന്നു. പക്ഷെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ മാറി പറയുന്നു, അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം UDF അവിടെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വോട്ടെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ പരമാവധി ആളുകളിലേക്ക് ഇത്തരം RSSുമായിട്ട് കൂട്ടുകൂടിയ പാർട്ടിയാണ് CPM എന്നുള്ളൊരു പ്രചരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിയൊരു മേൽക്കൈ ഇപ്പോൾ UDFന് ആണ് കാണുന്നത്.
നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ UDF-നായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. നിലമ്പൂരിന്റെ ആ ഒരു ചരിത്രത്തിൽ അത് തന്നെയാണ് രേഖപ്പെടുത്തുന്നതും. അപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസ് കുത്തുകയായിരുന്ന ഒരു സീറ്റ് കച്ചകെട്ടി ഇറങ്ങിയാൽ അത് വിജയിക്കാമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഒപ്പം മലയോര മേഖലയെ കേന്ദ്രീകരിച്ച് NDAയും ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഒരു വോട്ട് വിഹിതം പോകും, അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ സംഭവിച്ചോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാകും? ഒരു കാര്യം നമ്മൾ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നേതാക്കന്മാർ തമ്മിലുള്ള ധാരണകളൊക്കെ അനുസരിച്ചുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇത് എങ്ങനെ പോകുന്നതല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി UDF തമ്മിലുള്ള ബന്ധം അത് അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റി അവർ മതരാഷ്ട്രവാദത്തിന്റെ ആളുകളല്ല ഇപ്പോൾ എന്നൊക്കെ VD സതീശൻ പറയുമ്പോൾ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ മുസ്ലിം സമുദായ സംഘടനകൾക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ലീഗിന്റെ ഏറ്റവും വലിയ പിന്തുണയായിട്ടുള്ള EK വിഭാഗത്തിന് കഴിയില്ല. ലീഗിന്റെ വോട്ടുകളിൽ നല്ലൊരു ശതമാനം, ഒരു 50-60 ശതമാനത്തിലേറെ ഈ സുന്നി വോട്ടുകളാണ്. ആ സുന്നി വോട്ടുകൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അവര് വളരെ ശക്തമായിട്ട് മുഹമ്മദ് ഫൈസി മുക്കത്തെ പോലുള്ള ആളുകളൊക്കെ വളരെ ശക്തമായിട്ട് അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ പോലും പറഞ്ഞു. KNM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി പോലും പറഞ്ഞിട്ടുള്ളത് അവരങ്ങനെ നിലപാട് മാറ്റിയിട്ടില്ല. അവരിപ്പോഴും പഴയ രീതിയിൽ മതരാഷ്ട്രവാദത്തിലാണെന്നാ പറയും. അപ്പൊ അതൊരു പ്രശ്നമാണ്. ആ ഒഴുക്ക് അത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ ഒരു ഒഴുക്കിന്റെ സാധ്യത ഒന്ന് അതാണ്. കാരണം UDF-ന് വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സതീശൻ പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ഒഴുക്ക് LDF-ൽ നിന്ന് ഉണ്ടാവാൻ, LDF-ന് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ ഈ ഗോവിന്ദ മാഷുടെ ഈ RSS ബന്ധപ്രയോഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില അടിയൊഴുക്കുകളുണ്ട്. BJP മലയോര മേഖലയുടെ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയതെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നിലപാടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം മുസ്ലിം വിരുദ്ധതയാണ്. ആ വോട്ട് BJPക്ക് അനുകൂലമായിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും പോകാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തൊക്കെ മുഖ്യമന്ത്രിയെ അതിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വെള്ളാപ്പള്ളിക്ക് താല്പര്യമുള്ള, വെള്ളാപ്പള്ളിയോട് അടുപ്പമുള്ള ആളുകളുടെ വോട്ട്, അതായത് SNDP യോഗത്തിന്റെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് LDF-ലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കുറെ സാധ്യതകളുടെ ഒരു കാര്യമുണ്ട് ഇതിൽ കിടക്കുന്നത്. അതാണ് നമുക്കിപ്പോഴും കൃത്യമായിട്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തത്. പക്ഷെ ഏതാണ്ട് നോക്കുമ്പോൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ UDF-ന് അനുകൂലമായിട്ട് ചെറിയൊരു മാറ്റമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിലമ്പൂരിൽ അൻവർ എന്നുള്ള ഒരു ഫാക്ടർ നമുക്കതിനെ അങ്ങനെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ്, അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച ഒരു ജനസാഗരം തന്നെ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിലമ്പൂരിലെ ഒരു വോട്ട് വിഹിതം അത് അൻവറിന്റെ ഭാഗത്തു നിന്നും ഏത് മുന്നണിക്കായിരിക്കും അനുകൂലമായിട്ടുണ്ടാവുക? മാത്രമല്ല അതിലൂടെ കോൺഗ്രസിന് കൂടുതൽ ജയസാധ്യത ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? കാരണം ഇപ്പോൾ തന്നെ അൻവർ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ തന്നെ താൻ ജയിച്ചില്ലെങ്കിലും മത്സരിക്കാൻ താൻ കരുതിയിരുന്നില്ല, എന്നാൽ VD സതീശന്റെ വാക്കുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാറിയതെന്ന് അൻവർ പറഞ്ഞു. അത് മാത്രമല്ല താൻ ജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അൻവറിനിപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയ ജനസാഗരത്തിന്റെ ആളൊന്നും അല്ല അൻവർ. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കറിയാലോ. ഓളം ഉണ്ടാക്കാനുള്ള പല തന്ത്രങ്ങളുമുണ്ട്. അത് വേറെ ഒന്നാണ്. പക്ഷെ അൻവർ അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ രണ്ട് രീതിയിലുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ അൻവർ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നത് UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിനെയാണ്. കാരണം ഷൗക്കത്തിനെതിരെ 5 ആരോപണങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒന്ന്, സമുദായ വിരുദ്ധനാണ്. അദ്ദേഹത്തിന്റെ 2 സിനിമകളും സമുദായത്തിനെതിരായിട്ടുള്ളതാണെന്നാണ്. രണ്ടാമത് മുസ്ലിം ലീഗ് വിരുദ്ധനാണ്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പാണക്കാട് തങ്ങന്മാര് മന്ത്രി ചൂതുന്നതിനെ പരിഹസിച്ച് സംസാരിച്ചയാളാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് വ്യാപാരികളുടെ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. നാലാമത്തെ കോൺഗ്രസിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കി എന്നുള്ളതും കഴിഞ്ഞ തവണ മത്സരിച്ച പ്രകാശിനെ തോൽപ്പിക്കാൻ വേണ്ടി കാര്യമായി കളിച്ചു എന്നുള്ളതാണ്. അഞ്ചാമത്തെ അദ്ദേഹം അഴിമതിക്കാരനാണ്. അത് അഴിമതിക്കാരനല്ല പോട്ടെ, മറ്റ് ആരോപണങ്ങളൊക്കെ വോട്ടായിട്ട് മാറ്റിയെടുക്കാൻ, അങ്ങനെ കോൺഗ്രസിന്റെ
വോട്ട് പിന്തിരിപ്പിക്കാം, ലീഗിന്റെ വോട്ട് പിന്തിരിപ്പിക്കാം, മുസ്ലിം സമുദായത്തിന്റെ വോട്ട് പിന്തിരിപ്പിക്കാം. ഇതിനൊക്കെ സാധ്യതയുള്ള രീതിയിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അൻവർ പറഞ്ഞത്. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് അൻവർ ആ നിലപാട് മാറ്റി. അൻവർ അവിടെ നിന്നും പോയിട്ട് പിന്നീട് പറയുന്നത് സ്വാഭാവികമായിട്ടും LDF-നെതിരായിട്ടാണ്, പിണറായി വിജയനെതിരായിട്ട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് ആണ് അൻവറിന്റെ ഒരു നിലപാട് മാറ്റം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF-ലെ ചില യുവ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ അൻവറുമായിട്ട് ചേർന്നുകൊണ്ട് അവർ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അതായത് UDF വോട്ട് പിടിക്കാൻ പാടില്ല, LDF-ന്റെ വോട്ട് പരമാവധി പിടിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ അത് UDF-ന് അനുകൂലമായിട്ടുള്ള ഒന്നായിട്ട് മാറും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.